ഓക്കെ കുട്ടികളെ, നമുക്കിതിൻ്റെ അവസാന ഭാഗത്തെ കൺസ്ട്രക്ഷനിലേക്ക് കയറാം. അവസാനത്തെ കൺസ്ട്രക്ഷൻ, ഡ്രോ എ സ്ക്വയർ ഓഫ്, അതേ പേജ് തന്നെയാണ് കേട്ടോ, പേജ് നമ്പർ 67 തന്നെ, ക്വസ്റ്റ്യൻ നമ്പർ 4 ആണ്. എന്താണ്? ഡ്രോ എ സ്ക്വയർ ഓഫ് ഏരിയ 15 സ്ക്വയർ സെന്റിമീറ്റർ. സോറി, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ടീച്ചർ വായിച്ചത്. നാലാമത്തെ ചോദ്യമാണ്, ടീച്ചർക്ക് തെറ്റിപ്പോയതാണ്. നാലാമത്തെ ചോദ്യം, ഡ്രോ എ സ്ക്വയർ ഓഫ് ഏരിയ 5 സ്ക്വയർ സെന്റിമീറ്റേഴ്സ് ഇൻ 3 ഡിഫറെന്റ് വേസ്. റീകോൾ പൈതഗോറസ് തിയറം. ഇത് കഴിഞ്ഞ ദിവസം വിക്ടേഴ്സ് ചാനലിൽ പറഞ്ഞതാണ്, എന്നാലും നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നോക്കി നോക്കൂ, ഏരിയ എത്ര വരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്? സ്ക്വയറിന്റെ ഏരിയ 5 വരണം. അപ്പൊ സ്ക്വയറിന്റെ ഏരിയ 5 വരണം എന്നുണ്ടെങ്കിൽ, സ്ക്വയർ ഇതാണെങ്കിൽ അതിന്റെ ഏരിയ 5 വന്നാൽ 4 സൈഡുകളുടെ നീളങ്ങള് a എന്നെടുത്താൽ a സ്ക്വയർ ഇസ് ഈക്വൽ ടു 5 ആണെങ്കിൽ a ഇസ് ഈക്വൽ ടു √5 ആണ്. ക്ലിയർ ആണല്ലോ? അപ്പൊ 3 രീതിയിൽ നമ്മളോട് വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു രീതി മാത്രമല്ല. അപ്പൊ വീണ്ടും ഇറേഷണൽ നമ്പർ വന്നിരിക്കുന്നു, നമുക്ക് സ്കെയിൽ എടുക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് സർക്കിൾ ഉപയോഗിച്ച് വരയ്ക്കാം. സർക്കിൾ ഉപയോഗിച്ചിട്ട് വരയ്ക്കുമ്പോൾ നമ്മൾ അതിന്റെ റഫ് ഫിഗർ വരച്ച് നോക്കുക. നമുക്കറിയാം, എ ബി എന്ന് പറഞ്ഞ ഡയമീറ്ററിനെ സി ഡി എന്ന് പറഞ്ഞ കോഡ് പിയിൽ ഇന്റർസെക്ട് ചെയ്യുമ്പോൾ പി സി എന്ന് പറയുന്നതിന്റെ നീളം √5 കിട്ടണമെങ്കിൽ ഈ 2 ലെങ്ത്തുകളുടെ പ്രോഡക്റ്റ് 5 ആയാൽ മതി. പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു 5 ആയാൽ മതി. അപ്പൊ നമുക്കറിയാം, 5 കിട്ടണമെങ്കിൽ 1 ഇൻറ്റു 5 മാത്രമേ പാകമുള്ളൂ, അഥവാ ഫാക്ടേഴ്സ് ആയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇത് 5ഉം ഇത് 1ഉം എടുത്താൽ ഈ പി സിയുടെ നീളം നമുക്ക് എന്ത് കിട്ടും? √5 കിട്ടും. ഇപ്പൊ നമ്മൾ ചെയ്തതുപോലെ പിന്നീട് ഈ സൈഡായിട്ട് നമ്മൾ എന്ത് വരച്ചാൽ മതി? ഒരു സ്ക്വയർ വരച്ചാൽ നമുക്ക് ഒന്നാമത്തെ മെത്തേഡ് കിട്ടി. ഇനി മറ്റ് 2 രീതികളിൽ കൂടെ വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. ബ്രാക്കറ്റിൽ പറഞ്ഞിട്ടുണ്ട് റീകോൾ പൈതഗോറസ് തിയറം. എന്തായിരുന്നു പൈതഗോറസ് തിയറം? നമുക്കറിയാം, ഒരു റൈറ്റ് ട്രയാങ്കിളിന്റെ ബേസിന്റെ നീളം ബിയും ഹൈറ്റിന്റെ നീളം എച്ചും ഹൈപ്പോട്ന്യൂസിന്റെ നീളം എയും ആണെങ്കിൽ ഇത് 3ഉം തമ്മിലുള്ള ഒരു ബന്ധമുണ്ട്. എ സ്ക്വയർ ഇസ് ഈക്വൽ ടു എച്ച് സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് കിട്ടും. അതായത് ഹൈപ്പോട്ന്യൂസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ, പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. അപ്പൊ നോക്കൂ, ഇത് ഇങ്ങനെ നമുക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഹൈപ്പോട്ന്യൂസ് കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ 2ന്റെ സ്ക്വയേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് കിട്ടുന്നത്. ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് ഹൈപ്പോട്ന്യൂസിന്റെ സ്ക്വയർ ആയിരിക്കും. അപ്പൊ നമുക്ക് എ സ്ക്വയർ ഇസ് ഈക്വൽ ടു 5 അല്ലേ കിട്ടുന്നത്? അപ്പൊ അങ്ങനെ 5 കിട്ടുമ്പോൾ എ സ്ക്വയറിന്റെ സ്ഥാനത്ത് നമ്മൾ 5 കൊടുക്കുന്നു. ഈ 5 കിട്ടാൻ ഏതോ 2 പെർഫെക്റ്റ് സ്ക്വയറുകളുടെ സമ്മ് കിട്ടണം, അഥവാ പൂർണ്ണവർഗങ്ങളുടെ തുക കിട്ടണം. നോക്കൂ, ഏതൊക്കെയാ പൂർണ്ണവർഗങ്ങള്? 1ന്റെ സ്ക്വയർ 1, 2ന്റെ സ്ക്വയർ 4, 3ന്റെ സ്ക്വയർ, ഞാൻ അങ്ങനെ പോകും. അപ്പൊ നമുക്കറിയാം, എച്ച് സ്ക്വയർ 1ഉം, നോക്കി നോക്കൂ, 1ന്റെ സ്ക്വയർ 1, 2ന്റെ സ്ക്വയർ 4, 1ഉം 4ഉം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 5 കിട്ടും അല്ലെ? ഈ 1ഉം 4ഉം പെർഫെക്റ്റ് സ്ക്വയേഴ്സ് അല്ലേ? അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ എന്ന് എഴുതാം. അതായത് ഈ ബേസും ഹൈറ്റും 2ഉം 1ഉമായിട്ടുള്ള ഒരു റൈറ്റ് ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ന്യൂസിന്റെ നീളം എന്ന് പറയുന്നത് √5 ആയിരിക്കും. എ സ്ക്വയർ ആണ് 5 വരിക, therefore a is equal to √5 വരും. അപ്പോൾ ചിന്തിക്കേണ്ടത് 2 പെർഫെക്റ്റ് സ്ക്വയറുകളുടെ സമ്മ് കിട്ടത്തക്ക രീതിയിൽ ഒന്ന് ചിന്തിക്കുക. ഇനി നമുക്കറിയാം, ഇതേ പൈതഗോറസ് തിയറത്തിൽ തന്നെ നമുക്ക് ഒന്നുകിൽ ബേസ് അല്ലെങ്കിൽ ഓൾട്ടിറ്റ്യൂഡ് കാണാൻ, അപ്പോൾ ഞാൻ ബേസ് കാണുന്നു. ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹൈപ്പോട്ന്യൂസ് സ്ക്വയർ അഥവാ കർണം സ്ക്വയർ മൈനസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ അഥവാ ലംബം സ്ക്വയർ. അപ്പൊ ഇവിടെ നോക്കൂ, ഇവിടെ 2 പെർഫെക്റ്റ് സ്ക്വയറുകളുടെ സമ്മാണ് വന്നിരിക്കുന്നതെങ്കിൽ ഇവിടെ 2 പെർഫെക്റ്റ് സ്ക്വയറുകളുടെ ഡിഫറൻസ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കിട്ടേണ്ട സ്ക്വയർ എത്രയാണ്? 5 ആണ്. അപ്പൊ 5 കിട്ടുമ്പോൾ ഏതോ 2 പെർഫെക്റ്റ് സ്ക്വയറുകളുടെ ഡിഫറൻസ് വേണം 5 വരാൻ.
അഥവാ വ്യത്യാസം വരണം 5. അപ്പൊ നോക്കൂ, നമുക്കറിയാം 9-ൽ നിന്ന് എത്ര കുറച്ചാലാണ് 5 കിട്ടുക? 4 കുറച്ചാലാണ് കിട്ടുക. എന്താ 9ഉം 4ഉം തന്നെ എടുക്കാനുള്ള കാരണം? 9ഉം 4ഉം എടുക്കാനുള്ള കാരണം നമുക്ക് കിട്ടേണ്ടത് പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആണ്. അപ്പൊ ഏതൊക്കെയാ പെർഫെക്റ്റ് സ്ക്വയേഴ്സ്? 1, 4, 9, 16 എക്സെട്ര. അപ്പൊ നോക്കൂ, 9ൽ നിന്ന് 4 സബ്ട്രാക്ട് ചെയ്താലും എന്താണ് കിട്ടുന്നത്? 5 ആണ് കിട്ടുന്നത്. അപ്പൊ 5 = 9നെ എനിക്ക് 3 സ്ക്വയർ എന്ന് എഴുതാം. 4നെ എനിക്ക് എങ്ങനെ എഴുതാം? 2 സ്ക്വയർ എന്ന് എഴുതാം. അപ്പോൾ ചിന്തിക്കൂ, ഒരു റൈറ്റ് ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ന്യൂസ് 3 സ്ക്വയർ അഥവാ ഹൈപ്പോട്ന്യൂസിന്റെ നീളം എത്ര വരണം? ഹൈപ്പോട്ന്യൂസിന്റെ നീളം 3 സ്ക്വയർ 9ൽ നിന്ന് വരണം. അപ്പൊ ഹൈപ്പോട്ന്യൂസ് 3 വന്നാൽ മതി. അതിന്റെ ബേസ് 2 സെന്റിമീറ്റർ വന്നാൽ അതിന്റെ ഓൾട്ടിറ്റ്യൂഡും എന്താണ് വരുന്നത്? √5 ആണ് വരുന്നത്. ഇവിടെ നമ്മൾ കൊടുക്കുമ്പോൾ ഇവിടെ 1ഉം 2ഉമാണ്. അപ്പൊ ബിയുടെ സ്ഥാനത്ത് 2ഉം എച്ചിന്റെ സ്ഥാനത്ത് 1ഉം വന്നാൽ 2 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ എത്രയാണ് കിട്ടുന്നത്? 2 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ സമം 5 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് ഈ നീളം എത്ര കിട്ടുന്നു? √5 എന്ന് കിട്ടും. അപ്പൊ പൈതഗോറസ് തിയറം ഉപയോഗിച്ച് ചെയ്യാൻ പറയുമ്പോൾ എപ്പോഴും ചിന്തിക്കേണ്ടത് 2 പെർഫെക്റ്റ് സ്ക്വയറുകളുടെ സമ്മ് കിട്ടുന്ന തരത്തിൽ ചിന്തിക്കുക, 2 പെർഫെക്റ്റ് സ്ക്വയറുകളുടെ ഡിഫറൻസ് കിട്ടുന്ന തരത്തിലും ചിന്തിക്കുക. അപ്പോൾ നമുക്ക് 3 രീതി വരെ കിട്ടി. ഒന്ന് സർക്കിളിന്റെ ആശയം ഉപയോഗിച്ച്, 2 പൈതഗോറസ് തിയറം ഉപയോഗിച്ച്. അപ്പൊ ഇത് ഒന്നാമത്തെ മെത്തേഡ്, ഇത് രണ്ടാമത്തെ മെത്തേഡ്, ഇത് മൂന്നാമത്തെ മെത്തേഡ്. ടീച്ചർ വരയ്ക്കുന്നത് ശ്രദ്ധിക്കുക. നമ്മൾ നേരത്തെ ചിന്തിച്ചതുപോലെ തന്നെ AB എന്ന് പറഞ്ഞതിന്റെ നീളം 5 + 1 6 സെന്റിമീറ്റർ. അപ്പോൾ 6 സെന്റിമീറ്റർ നീളത്തിൽ ഒരു വര വരയ്ക്കുന്നു. ഇനി നിങ്ങൾക്ക് എളുപ്പമാണ്. എന്നിട്ട് AB എന്ന് പറഞ്ഞ പേര് കൊടുത്തു. അതിനെ 5ഉം 1ഉമായിട്ട് ഭാഗിക്കണം. അപ്പോൾ ഇവിടെയാണ് 5 സെന്റിമീറ്റർ വരുന്നത്. ടീച്ചർ ഇവിടെ വെച്ച് ഭാഗിച്ചു. ഇതിനെ P എന്ന പേര് കൊടുത്തു. ഇത് 5ഉം ഇത് 1ഉം. ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് എല്ലാവർക്കും അറിയാലോ, സെമി സർക്കിൾ നമ്മൾ വരയ്ക്കണം. സെമി സർക്കിള് A മുതൽ B വരെ പോകണം. അപ്പൊ ടീച്ചറെ A മുതൽ B വരെയുള്ള നീളം എടുത്ത് അതിൻ്റെ ഒരു പകുതിയിലധികം എടുത്ത് A സെൻറ്റർ ചെയ്തും B സെൻറ്റർ ചെയ്തിട്ടും ഓരോ പ്രാവശ്യം ആർക്കുകൾ വരയ്ക്കുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതേ ആർക്ക് മുകളിലോട്ട് കൊണ്ടുപോയിട്ട് വരച്ചാൽ എളുപ്പത്തിൽ കിട്ടും. അല്ലെങ്കിൽ 2 പ്രാവശ്യം താഴോട്ട് വരച്ചാലും മതി. അപ്പൊ നമുക്ക് സെൻറ്റർ കിട്ടി. ഈ 2 പോയിന്റുകളെ തമ്മിൽ യോജിപ്പിക്കുക. ഡോട്ട് ഇട്ടിട്ട് വരച്ചാൽ മതി. കാരണം നമുക്ക് ഇതൊന്നും നമ്മുടെ ചിത്രത്തിൽ ആവശ്യമില്ല. നമുക്ക് ഈ സെൻറ്റർ മാത്രമേ ആവശ്യമുള്ളൂ. സെൻറ്ററിന് എന്ത് പേര് കൊടുക്കുക? O എന്ന പേര് കൊടുക്കുക. അതിനുശേഷം O സെൻറ്റർ ചെയ്ത് OA അല്ലെങ്കിൽ OB നീളത്തിൽ വേണം നമ്മൾ എന്ത് വരയ്ക്കാൻ? സെമി സർക്കിൾ വരയ്ക്കാൻ. അപ്പോൾ എയിലൂടെയും ബിയിലൂടെയും കടന്നു പോകുന്ന സെമി സർക്കിൾ വരച്ചു. അതിനുശേഷം എവിടെയാണോ 5 തീരുന്നത് അവിടെയാണ് പെർപെൻഡിക്കുലർ വരയ്ക്കേണ്ടത്. അപ്പൊ ഇവിടെ എവിടെ 5 തീരുന്നത്? A മുതൽ P വരെയാണ് 5 സെന്റിമീറ്റർ. അപ്പൊ Pയില് പൊട്രാക്ടർ വെക്കുന്നു. Pയില് പൊട്രാക്ടർ വെച്ച് 90 ഡിഗ്രി അടയാളപ്പെടുത്തുന്നു. അടയാളപ്പെടുത്തിയതിന് ശേഷം അതിനെ നമ്മൾ Pയുമായിട്ട് യോജിപ്പിക്കുക. Pയുമായിട്ട് യോജിപ്പിക്കുമ്പോൾ നമുക്ക് ഈ സർക്കിളുമായിട്ട് എവിടെ വരെ മുട്ടുന്നോ അത്രയും നീളം മതി നമുക്ക്. അപ്പോൾ ആ പോയിന്റിൽ നമ്മൾ C, ഇവിടെയാണ് എല്ലാവരും തെറ്റിക്കുക. അപ്പൊ എവിടെയാണോ സർക്കിളിനെ മുട്ടുന്നത് ആ പോയിന്റ് C, ഇതിന്റെ നീളം √5. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഒരു ഭാഗം കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് സ്ക്വയർ വലത്തോട്ടാണ് നമ്മൾ വരയ്ക്കേണ്ടത്. അപ്പോൾ ഈ സൈഡ് നമ്മൾ പുറത്തേക്ക് നീട്ടി വരയ്ക്കുക. അതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്നതാണ്, മുൻ ചോദ്യങ്ങളിൽ നമ്മൾ ചെയ്തതാണ്. PC എന്ന് പറഞ്ഞ നീളം എടുത്തു. ഇതാണ് √5. വലത്തോട്ട് അടയാളപ്പെടുത്തി. അപ്പോൾ പോയിന്റ് D കിട്ടി. D സെൻറ്റർ ചെയ്തിട്ട് ഒരാർക്ക് വരച്ചു. അതേ അകലത്തില് C സെൻറ്റർ ചെയ്തിട്ടും ഒരാർക്ക് വരച്ചു. രണ്ടും പാടെ കൂട്ടിമുട്ടുന്ന പോയിന്റ് E.
യോജിപ്പിച്ച് വരച്ചാൽ നമുക്ക് എന്ത് കിട്ടുന്നു? സ്ക്വയർ കിട്ടും. എല്ലാവർക്കും മനസ്സിലായല്ലോ? അപ്പോൾ വ്യത്യസ്ത പ്രോബ്ലംസ് ആണ് ടീച്ചർ ഇവിടെ ചെയ്തു തന്നിരിക്കുന്നത്. ശ്രദ്ധിക്കുക. കൃത്യമായിട്ട് മനസ്സിലായല്ലോ? അപ്പോൾ ഒന്നാമത്തെ മെത്തേഡായി. ഇനി നോക്കൂ, രണ്ടാമത്തെ മെത്തേഡ് നമുക്ക് റൈറ്റ് ട്രയാങ്കിൾ ഉപയോഗിച്ചിട്ടാണ് വരയ്ക്കേണ്ടത്. അപ്പോൾ ടീച്ചർ ഇതിന് പേര് കൊടുക്കാം ABC. AB-യുടെ നീളം 2ഉം AC-യുടെ നീളം 1ഉം എടുക്കണം. ഈ ആംഗിൾ നമുക്കറിയാം 90 ഡിഗ്രിയാണ്. അപ്പോൾ ആദ്യം ടീച്ചർ 2 സെന്റിമീറ്റർ നീളത്തിലെ AB വരയ്ക്കുന്നു. അതിന് AB എന്ന പേര് കൊടുത്തു, 2 എന്ന് അടയാളപ്പെടുത്തി. അതിനുശേഷം എയിൽ 90 ഡിഗ്രി എടുക്കും വേണം, 1 സെന്റിമീറ്റർ അടയാളപ്പെടുത്തും വേണം. നിങ്ങൾക്ക് സെറ്റ് സ്ക്വയർ വേണമെങ്കിൽ ഉപയോഗിക്കാം. ടീച്ചർ പ്രൊട്രാക്ടർ എടുക്കുന്നു മാത്രം. 90 ഡിഗ്രിയിൽ പോയിന്റ് മാർക്ക് ചെയ്തു. അതും ഈ എയുമായിട്ട് യോജിപ്പിച്ചു. അപ്പോൾ ഈ ആംഗിള് 90 കിട്ടി. ഇനി നമുക്കറിയാം മുകളിലോട്ടുള്ള നീളം 1 സെന്റിമീറ്റർ വേണം. അപ്പോൾ 1 സെന്റിമീറ്റർ കോമ്പസിലെടുത്ത് നമ്മൾ വരയ്ക്കുക. ഈ 3 മെത്തേഡിൽ നിങ്ങൾക്ക് √5ന്റെ നീളം കോമ്പസ് വെച്ച് അളന്ന് നോക്കിയാൽ ഒരേ നീളം നിങ്ങൾക്ക് കിട്ടണം. അപ്പോഴാണ് നിങ്ങൾ വരച്ചത് കറക്റ്റ് ആവുള്ളൂ. അപ്പോൾ 1 സെന്റിമീറ്റർ എയിൽ നിന്നെടുത്ത് അടയാളപ്പെടുത്തി. വളരെ ചെറിയ ഫിഗറാണ് വരുന്നത്. ശ്രദ്ധിക്കുക. ശ്രദ്ധിച്ച് നിങ്ങൾ വരയ്ക്കണം. ഇതിന് C എന്ന പേര് കൊടുത്തു. ആ പോയിന്റും ബിയും തമ്മിൽ യോജിപ്പിക്കുക. അപ്പോൾ ഈ നീളം എത്ര കിട്ടുന്നു? √5 കിട്ടും. അപ്പോൾ ഇനി നമുക്ക് അവിടെയും സ്ക്വയർ വരയ്ക്കണം. സ്ക്വയർ വരയ്ക്കുമ്പോൾ BC ആണ് സ്ക്വയറിന്റെ സൈഡ് വരിക. അപ്പോൾ ബിയിലും സിയിലുമുള്ള ആംഗിളുകൾ 90 വരണം. അപ്പോൾ സിയിൽ പ്രൊട്രാക്ടർ ചേർത്ത് വെച്ചു, 90 ഡിഗ്രി അടയാളപ്പെടുത്തി. ബിയിലും പ്രൊട്രാക്ടർ ചേർത്ത് വെച്ചു, 90 ഡിഗ്രി അടയാളപ്പെടുത്തി. അതിനുശേഷം സ്കെയിൽ ഉപയോഗിച്ച് കുറേ നീളമൊന്നും നമ്മൾ യോജിപ്പിക്കേണ്ട. നമുക്ക് ഏകദേശം √5ന്റെ നീളമൊക്കെ കണ്ടാൽ അറിയാം. അതുവരെ വെച്ചിട്ട് നമ്മൾ ആ പെർപെൻഡിക്കുലർ വരയ്ക്കുക. എന്നിട്ട് √5 എന്ന് പറഞ്ഞ നീളമൊക്കെ നമ്മൾക്ക് കോമ്പസിലെടുക്കാം. ഈ കോമ്പസിലെടുത്ത് സിയിൽ വെച്ചിട്ടും ഒരു ചാപം ആർക്ക് വരയ്ക്കുന്നു, ബിയിൽ വെച്ചിട്ടും ഒരു ആർക്ക് വരയ്ക്കുന്നു. യോജിപ്പിക്കുമ്പോൾ നമുക്കിതിന് ഞാൻ D എന്ന പേര് കൊടുത്തു, ഇതിന് ഞാൻ E എന്ന പേര് കൊടുത്തു. DE നിങ്ങൾ യോജിപ്പിക്കുക. അപ്പോൾ എന്താണ് സ്ക്വയറിന്റെ പേര്? നോക്കൂ, BCDE. ഈ സ്ക്വയറിനെ നമ്മൾ ഷെയ്ഡ് ചെയ്ത് കാണിക്കുക. ഇതിന്റെ നീളം, ഒരു സൈഡിന്റെ നീളം √5 ആണ്, ഏരിയ 5 സെന്റിമീറ്റർ ആണ്. ക്ലിയർ ആയല്ലോ എല്ലാവർക്കും? ഇനി മൂന്നാമത്തെ മെത്തേഡ്. ഇതിന് ടീച്ചർ പേര് കൊടുക്കുന്നു ABC. AB-യുടെ നീളം 2. ഇത് AC ആണ് √5 വരിക. BC-യുടെ നീളം 3 സെന്റിമീറ്റർ. ഈ ആംഗിൾ എത്ര വരും? 90 വരും. അപ്പോൾ ഇങ്ങോട്ടാണ് ചിത്രം ഇത് വരിക. അപ്പോൾ നമുക്ക് കുറച്ച് വലത്തോട്ട് നീട്ടി വരയ്ക്കാം. ടീച്ചർ ഇത്രയും ഭാഗം വരച്ച് കളയുകയാണ്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ നോക്കൂ, ആദ്യം AB 2 സെന്റിമീറ്ററിൽ വരയ്ക്കുന്നു. അപ്പോൾ 3 മുതൽ 5 വരെ ടീച്ചർ വരച്ചു. അതിന് AB എന്ന പേര് കൊടുത്തു. ഇനി എവിടെയാണ് 90 ഡിഗ്രി വരുന്നത്? എയിലാണ് 90 ഡിഗ്രി വരുന്നത്. അപ്പോൾ പ്രൊട്രാക്ടർ എടുത്തു, എയിൽ വെച്ചു. എയിൽ വെച്ച് 90 ഡിഗ്രി അടയാളപ്പെടുത്തി, അതിനെ യോജിപ്പിച്ചു. അപ്പോൾ ഈ ഭാഗത്താണ് നമുക്ക് √5 കിട്ടുക. എവിടെയാണ് കിട്ടുക എന്ന് നമുക്കിപ്പോൾ തീരുമാനിക്കാറായിട്ടില്ല. ബിയിൽ നിന്ന് 3 സെന്റിമീറ്റർ അകലത്തിലുള്ള ആർക്ക് ഈ വരയെ കട്ട് ചെയ്യുന്ന ഭാഗം വരെയുള്ള നീളമാണ് √5 വരിക. അപ്പോൾ നമ്മുടെ കോമ്പസിൽ 3 സെന്റിമീറ്റർ എടുക്കുക. സ്കെയിൽ വെച്ച് 3 സെന്റിമീറ്റർ
അളന്നെടുത്തു. അതിനുശേഷം ബിയിൽ കോമ്പസ് വെച്ച് ഇതിനെ കട്ട് ചെയ്തു. ഈ കട്ട് ചെയ്യുന്ന പോയിന്റിനെ സി എന്ന പേര് കൊടുത്തു. ബി സി യോജിപ്പിച്ചു. അതൊക്കെ നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ടീച്ചർ കുറച്ച് സ്പീഡിൽ പറഞ്ഞു പോകുന്നത്. ഇത് 2 ആണ്, ഇത് 3 ആണ്. അപ്പോൾ ഈ നീളം എത്രയാണ് കിട്ടുക? √5 കിട്ടും. അപ്പോൾ സ്ക്വയറിൻ്റെ ഒരു സൈഡ് ഏതാ വരുന്നത്? എ സി. അപ്പോൾ നമുക്ക് ഇവിടേക്ക് പെർപെൻഡിക്കുലർ വരയ്ക്കേണ്ട ആവശ്യമില്ല. ഈ വര പുറത്തേക്ക് നീട്ടി വരച്ചാൽ തന്നെ അത് 90 ഡിഗ്രിയിൽ വന്നോളും. ടീച്ചർ പുറത്തേക്ക് നീട്ടി വരച്ചു. പ്രൊട്രാക്ടർ എടുത്ത് സീൽ വെച്ചു. സീൽ വെക്കുമ്പോൾ അങ്ങനെ ശ്രദ്ധിക്കുക, സീൽ വെച്ച് 90 ഡിഗ്രി അടയാളപ്പെടുത്തി അതും സിയുമായിട്ട് യോജിപ്പിച്ചു. ഇനി നമ്മുടെ √5 എന്ന് പറഞ്ഞ നീളം നമുക്ക് കോമ്പസിൽ കിട്ടുന്നു. കോമ്പസിലെടുത്ത് എയിൽ വെച്ചിട്ട് ഇതിനെ കട്ട് ചെയ്യുന്നു. അതേപോലെ സിയിൽ വെച്ചിട്ട് കട്ട് ചെയ്യുന്നു. ഇതിന് ഞാൻ ഡി എന്ന പേര് കൊടുത്തു, ഇതിന് ഇ എന്ന പേര് കൊടുത്തു. ഡിയും ഇയും തമ്മിൽ യോജിപ്പിക്കുക. അപ്പോൾ ഇവിടെ കിട്ടിയിട്ടുള്ള ഈ സ്ക്വയറിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 5 ആണ് കിട്ടുക. ഇതിൻ്റെ ഓരോ സൈഡും എത്ര വരും? √5 വരും. അപ്പോൾ 3 വ്യത്യസ്ത രീതികളിൽ √5 സ്ക്വയർ സെൻറ്റിമീറ്റർ നീളം വരുന്ന സ്ക്വയർ വരയ്ക്കാൻ നമ്മൾ പഠിച്ചു. പരീക്ഷയ്ക്ക് ഇത് വേറെ അളവായിരിക്കും ചോദിക്കുക. അപ്പോൾ പൈതഗോറസ് തിയറം എടുക്കുമ്പോൾ എന്താണ് ചിന്തിക്കേണ്ട കാര്യം? 2 പെർഫെക്റ്റ് സ്ക്വയറുകളുടെ സം ആകത്തക്ക രീതിയിൽ ഏരിയയെ എഴുതാൻ പറ്റുമോ നോക്കുക. 5നെ 2 പെർഫെക്റ്റ് സ്ക്വയറുകളുടെ സം ആയിട്ടും 5നെ 2 പെർഫെക്റ്റ് സ്ക്വയറുകളുടെ ഡിഫറൻസ് ആയിട്ടുമാണ് എഴുതിയിരിക്കുന്നത്. അതേപോലെ എടുത്തിട്ട് വേണം നമ്മൾ റൈറ്റ് ട്രയാങ്കിളുകൾ മാറ്റാൻ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റ് ഈ ഏരിയ 5 എന്നുള്ളത് മാറ്റിയിട്ട് പെർഫെക്റ്റ് സ്ക്വയറുകളുടെ സം ആയിട്ടും പെർഫെക്റ്റ് സ്ക്വയറുകളുടെ ഡിഫറൻസ് ആയിട്ടും വരുന്ന നമ്പറുകളെ സെലക്ട് ചെയ്ത് ഏരിയകൾ കണ്ടെത്തി നിങ്ങൾക്ക് ഇതേപോലെയുള്ള എക്സാമ്പിളുകൾ കൂടുതൽ ചെയ്ത് നോക്കാം. അപ്പോൾ സർക്കിൾ എന്ന് പറഞ്ഞ പാഠഭാഗത്തിലെ ടെക്സ്റ്റ് ബുക്കിലുള്ള എല്ലാ വർക്കുകളും ടീച്ചർ ഇപ്പോൾ നിങ്ങൾക്ക് ചെയ്ത് തന്നു കഴിഞ്ഞു. നിങ്ങൾ ഈ പാഠത്തിനെ പഠിക്കാൻ വേണ്ടി സമീപിക്കേണ്ടത് ഇത് എല്ലാ ലെവലിലും ഉള്ള പ്രോബ്ലംസ് ഉള്ള പാഠങ്ങളാണ്. വളരെ ഈസി ആയതുണ്ട്, ഏവറേജ് ഉണ്ട്, എബവ് ഏവറേജ് ചോദ്യങ്ങളുണ്ട്. അപ്പോൾ നന്നായിട്ട് മനസ്സിലാക്കിയ കുട്ടികൾ എല്ലാ ചോദ്യങ്ങളുടെ ആൻസറുകളും നന്നായിട്ട് പഠിക്കുക. പുതിയ പുതിയ ചോദ്യങ്ങൾ കണ്ടെത്തി ചെയ്യാൻ ശ്രമിക്കുക. അപ്പോഴേ നമ്മുടെ ആ നിലവാരത്തിലേക്ക് കൂടുതൽ ഉയരാൻ നമുക്ക് പറ്റുള്ളൂ. അതേസമയം ടീച്ചർ എനിക്ക് പ്രൂവ് ചെയ്യേണ്ടതൊന്നും എനിക്ക് പറ്റുന്നില്ല, എന്നാൽ ചിത്രം വരയ്ക്കാനൊക്കെ എനിക്ക് അറിയാം, അതേപോലെ ചെറിയ ചെറിയ ചോദ്യങ്ങളാണെങ്കിൽ ഞാൻ ചെയ്യാം എന്നൊരു ഏവറേജ് ലെവലിൽ നിൽക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ ആ ചിത്രങ്ങൾ നന്നായിട്ട് വരച്ച് പഠിക്കുക. കാരണം ഇതിൽ ഇനി എന്ത് ചോദ്യം ചോദിച്ചാലും ചിത്രത്തിന് ഒരു 5, 4 + 9 മാർക്ക് ഉണ്ടാകും. അത് ഈ പാഠഭാഗത്തിൽ നിന്ന് നിങ്ങൾ കളയാൻ പാടില്ല. അപ്പോൾ പിന്നെ വളരെ ഇതായിട്ട് പിന്നോട്ട് നിൽക്കുന്ന ആളുകൾ, അപ്പോൾ എല്ലാവർക്കും ഈ കണക്കിന് പേടിയാണ്, അയ്യോ സർക്കിൾ കണ്ടാൽ തന്നെ എനിക്ക് പേടിയാകും എന്ന് തോന്നുന്ന കുട്ടികൾ നിർബന്ധമായിട്ടും ഇതിൽ പറഞ്ഞിരിക്കേണ്ട 10ാം ക്ലാസ് പരീക്ഷയ്ക്ക് പോകുന്ന ഒരു കുട്ടി മിനിമം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ചിത്രം വരയ്ക്കൽ. അപ്പം അതെന്തായാലും ഇത് പഠിക്കുന്ന എല്ലാവർക്കും അറിഞ്ഞിരിക്കണം ചിത്രം വരയ്ക്കാൻ. അപ്പം എന്തൊക്കെയാണെങ്കിലും ചിത്രം വരയ്ക്കാൻ നമുക്ക് വന്നിരുന്നത് ഓർമ്മ ഉണ്ടായിരിക്കും. സെൻട്രൽ ആംഗിൾ തിയറം ഉപയോഗിച്ചിട്ട് കൺസ്ട്രക്ഷൻസ് വന്നിട്ടുണ്ട്, സർക്കം സർക്കിൾ വന്നിട്ടുണ്ട്, ഒരേ ഏരിയ വരുന്ന 2 റെക്റ്റാങ്കിളും ഒരേ ഏരിയ വരുന്ന ഒരു റെക്റ്റാങ്കിളും ഒരു സ്ക്വയറും, പിന്നെ ഈ സ്ക്വയറിൻ്റെ വ്യത്യസ്ത കൺസ്ട്രക്ഷൻ, പിന്നെ ടീച്ചർ ടെക്സ്റ്റിൽ ഇല്ലാത്ത 2 വർക്കുകളും നിങ്ങൾക്ക് തന്നു. അതിന് വേണ്ടിയിട്ടാണ് ആ കൺസ്ട്രക്ഷൻസ് നിങ്ങളോട് വേറെ അറ്റാച്ച് ചെയ്തിട്ട് പഠിക്കാൻ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇൻട്രാക്ഷൻ സമയത്ത് എല്ലാവരും അടുത്ത ആഴ്ച ടീച്ചർ വെക്കുള്ളൂ. അപ്പോഴേക്കും എല്ലാവർക്കും ചിത്രങ്ങൾ നന്നായിട്ട് വരച്ച് പഠിച്ചിട്ടുണ്ടായിരിക്കണം. ഏതെങ്കിലും ഭാഗത്ത് ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ടീച്ചറോട് ചോദിച്ച് മനസ്സിലാക്കി പഠിക്കുക. ഇതിൻ്റെ വർക്ക്ഷീറ്റുകളിൽ നല്ല നല്ല ചോദ്യങ്ങൾ വരുന്നുണ്ട്. ടീച്ചർ അയച്ചു തരുമ്പോൾ അത് ചെയ്യാൻ ശ്രമിക്കുക. സംശയങ്ങളുള്ള ഭാഗം നിങ്ങൾ ക്ലിയർ ചെയ്യുകയും ചെയ്യുക. അപ്പോൾ നമ്മുടെ ഈ വർഷത്തെ ഫസ്റ്റ് ചാപ്റ്ററും
സെക്കൻഡ് ചാപ്റ്റർ നമ്മൾ നന്നായിട്ട് പഠിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. മൂന്നാമത്തെ ചാപ്റ്ററിലേക്ക് നമുക്ക് അടുത്ത ആഴ്ച നോക്കാം. ഓക്കെ, ബൈ.